വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. യുദ്ധത്തിനിറങ്ങുകയും ചെയ്തു, ഇനി പിന്മാറാനും കഴിയില്ല എന്ന അവസ്ഥ. യുദ്ധക്കൊതിയൻ എന്നാവും ഇനി ചരിത്രം നെതന്യാഹുവിനെ രേഖപ്പെടുത്തുക. അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങളെല്ലാം എതിരായി കഴിഞ്ഞു. ഇതിനിടെ ഇസ്രായേലിലും നെതന്യാഹുവിന്റെ അവസ്ഥ അത്ര മെച്ചമല്ലെന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ഇസ്രായേലിന്റെ യുദ്ധകാര്യ മന്ത്രിസഭയിൽ നിന്നും ബെന്നി ഗാറ്റ്സ് അടക്കം 3 മന്ത്രിമാർ രാജിവെച്ചത്. നെതന്യാഹുവിന്റെ നിലപാടുകളിൽ പ്രതിഷേധിച്ചാണ് രാജി. ഗസയിലെ യുദ്ധം മാസങ്ങൾ പിന്നിടുമ്പോഴാണ് യുദ്ധകാര്യ മന്ത്രിമാർ രാജിവെക്കുന്നത്. യഥാർത്ഥ വിജയത്തിലെത്തുന്നതിൽ നിന്ന് നെതന്യാഹുവിനെ തടയുക എന്നതാണ് ബെന്നി ഗാറ്റ്സ് രാജിവെക്കുന്നതിന് പിന്നാലെ പറഞ്ഞത്. വേദനയോടെയാണ് പടിയിറക്കമെന്നും എന്നാൽ ആലോചിച്ചെടുത്ത തീരുമാനമാണെന്നും മന്ത്രി വ്യക്തമാക്കി. രാജ്യത്ത് എത്രയും വേഗം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കണമെന്നും ബെന്നി ഗാറ്റ്സ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ സർക്കാരിലുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടമായിരിക്കുന്നു. നഷ്ടപ്പെട്ട വിശ്വാസം വീണ്ടെടുക്കാനും രാജ്യം നേരിടുന്ന വെല്ലുവിളികൾ നേരിടാനും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഗസ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ വർഷമാണ് നെതന്യാഹു യുദ്ധകാര്യ മന്ത്രിസഭ രൂപീകരിച്ചത്. മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുമെന്ന് കഴിഞ്ഞ മാസവും ബെന്നി ഭീഷണി മുഴക്കിയിരുന്നു. പലസ്തീനിൽ യുദ്ധാന്തര പദ്ധതി തയ്യാറാക്കണമെന്ന ആവശ്യമാണ് അദ്ദേഹം ഉയർത്തിയത്. രാജ്യത്ത് നെതന്യാഹുവിനെതിരെ ശക്തമായ പ്രതിഷേധവും ഉയരുന്നുണ്ട്. പ്രതിഷേധങ്ങൾ പ്രധാനമാണെന്നും എന്നാൽ നിയമലംഘനം പാടില്ലെന്നും ബെന്നി ഗാറ്റ്സ് പറഞ്ഞു. രാജ്യത്തിനകത്തുള്ളവരല്ല പുറത്തുള്ളവരല്ല ശത്രുക്കളെന്നും തിരിച്ചറിയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അതിനിടെ ബന്ദികളെ മോചിപ്പിക്കാൻ നുസൈറാത്തിലും ദേറുൽ ബലാഹിലും ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 274 700-ലേറെ പേർക്ക് പരിക്കുണ്ട്. ഹമാസ് പിടിയിൽ നിന്ന് 4 ബന്ദികളെ മോചിപ്പിക്കാൻ ഇസ്രായേൽ സൈന്യം നടത്തിയ ക്രൂരമായ ആക്രമണത്തിലാണ് ആളുകൾ കൊല്ലപ്പെട്ടത്. ഹമാസ് പിടിയിൽ നിന്നും 4 ബന്ദികളെ മോചിപ്പിക്കാൻ ഇസ്രായേൽ സൈന്യം നടത്തിയ ക്രൂരമായ ആക്രമണത്തിലാണ് ആളുകൾ കൊല്ലപ്പെട്ടത്. മരിച്ചവരിൽ അധികവും സ്ത്രീകളും കുട്ടികളുമാണ്. കര, നാവിക, വ്യോമ സൈനിക നീക്കത്തിൽ 4 ബന്ദികളെയാണ് ഇസ്രായേൽ മോചിപ്പിച്ചത്. മോചിതരായി ഇസ്രായേലിലെത്തിയ ബന്ദികളെ നെതന്യാഹു സന്ദർശിച്ചു. ബന്ദികൾക്കും കുടുംബാംഗങ്ങൾക്കും ഒപ്പമുള്ള ഫോട്ടോകളും വീഡിയോകളും പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ടു.